ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ കിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എന്തായിരിക്കും. ഇന്ന് ഒരുപാട് താമസിച്ചു പോയി. അപ്പോൾ നമ്മൾ കാറ്റത്തെ കിളിക്കൂടുന്ന പരമ്പരയുടെ പ്രമോ വിശേഷം ഇടുന്ന ടൈമിൽ നമ്മൾ മഴ തോരുന്ന മുമ്പേ എന്ന പരമ്പരയുടെ പ്രമോ വിശേഷം ഇട്ടിട്ടുണ്ട്. അലീനയുടെ മനുവിൻ്റെ അതാണ് താമസം വന്നത്. നമുക്ക് ഇനി മുതൽ രണ്ട് കഥകളാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വലിയ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ നാളത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നിധിയുടെ അച്ഛൻ നിധിയെ അന്വേഷിച്ച് സുധീഷിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ സുഭാഷ് വഴികാട്ടിയായി മുൻപിൽ വരുന്നു. വന്നിട്ട് വീട്ടിൽ വന്ന് നിധിയെ വിളിക്കുകയാണ്. മോളെ നിധി ഇറങ്ങി വന്ന് ഇതാരാണ് എന്ന് നോക്കാൻ പറയുക. മറ്റേ അകത്തുനിന്നൊരു ശബ്ദം കേൾക്കാം, ഇതാ വരുക സുഭാഷേട്ടാ എന്ന് കേൾക്കാം. ഈ ഗ്യാപ്പിനിടയിൽ നിധി വരുന്നതിൻ്റെ ഇടയിൽ ഭാസ്കരൻ സുഭാഷിനോട് ചോദിക്കുകയാണ്, ഇത് ആരാടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് നിധിയുടെ അച്ഛനാണ് എന്ന് രഹസ്യത്തിൽ പറയുക. അപ്പോൾ ഭാസ്കരൻ ഇച്ചിരി അല്പം ജാട കളിച്ചിട്ട് ഒരു വീഡിയൊക്കെ വലിച്ചിട്ട് നേരെ രാജീവന് മുൻപിലേക്ക് ചെന്ന് ഒരു നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വിളിക്കുന്നു എന്ന് ചോദിച്ച് വീഡിയോ കൊടുക്കുകയാണ്. ഈ സമയത്ത് രാജീവൻ പറഞ്ഞിട്ട് വേണ്ട, ഞാൻ ഇത് വലിക്കില്ല എന്ന് പറയുന്നു. ഈ സമയത്ത് സുഭാഷ് ഭാസ്കരനെ വഴക്ക് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. ഈ സമയത്താണ് നിധി ഇറങ്ങി വരുന്നത്. നിധി ഇറങ്ങി വരുമ്പോൾ ഒരു സ്വപ്നം പോലെ നിധിക്ക് തോന്നുകയാണ്. തൻ്റെ അച്ഛന് മുൻപിൽ നിൽക്കുന്ന കാണുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു മോളില്ല എന്ന് പറഞ്ഞ് അവഗണിച്ച് അല്ലെങ്കിൽ പ്രതിജ്ഞ എടുത്ത് വിട്ട തൻ്റെ അച്ഛൻ തന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന കാഴ്ച നിധിക്ക് അത്ഭുതമായി തോന്നുകയും അങ്ങനെ നിധി പെട്ടെന്ന് സ്വപ്നമല്ല എന്ന് മനസ്സിലാക്കി നേരെ മുൻപിലേക്ക് ഇറങ്ങി വന്ന് അച്ഛ എന്ന് വിളിക്കുമ്പോൾ ആ ദേഷ്യഭാവമൊക്കെ മാറ്റി രാജീവൻ മോളെ എന്ന് വിളിച്ച് തിരിച്ച് മറുപടി നടത്തുകയും അങ്ങനെ ഇത് കേട്ട് നിധിക്ക് സന്തോഷമുണ്ടായി ഓടിച്ചെന്ന് രാജീവനെ കെട്ടിപ്പിടിക്കുകയും ആ കെട്ടിപ്പിടുത്തത്തിൽ രാജീവൻ്റെ മനസ്സ് അലിഞ്ഞ് നിധിയെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നൊരു രംഗമുണ്ട്. ഇതിനിടയിൽ തൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നു. വിശേഷം ചോദിക്കുമ്പോൾ മോളെ നിന്നെ എനിക്ക് എത്ര നാൾ കാര്യം നടക്കാനുള്ളതൊക്കെ നടന്ന്, പക്ഷേ എത്ര നാൾ നിന്നെ എനിക്ക് കാണാതിരിക്കാൻ പറ്റും, അതിന് കഴിയില്ല മോളെ, അതുകൊണ്ട് നിന്നെ കാണാൻ വന്നതെന്ന് പറയുമ്പോൾ തന്നെ നിധിയും സുഭാഷുമൊക്കെ രാജീവിനെ അകത്തേക്ക് വിളിക്കുന്നു. സന്തോഷപൂർവ്വം രാജീവ് അകത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ വിശേഷങ്ങൾ അപ്പനും മോളും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ വീടും പരിസരവും ഒക്കെ രാജീവ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പനും മോളും വിശേഷങ്ങൾ പറഞ്ഞ് ഒടുവിൽ ഒരുമിച്ച് ആഹാരം കഴിക്കുന്നതിന് ശേഷം രാജീവ് മടങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നിധിയുമായിട്ട് മടങ്ങിപ്പോകുന്ന ഒരു നാളത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ നിധിയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളൊക്കെ രാജീവിനുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ നീ ഇവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലായതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ സാഹചര്യങ്ങളൊക്കെ നിനക്ക് ഒത്തിണങ്ങിപ്പോകാൻ കഴിയില്ല. പക്ഷേങ്കിൽ നീ സന്തോഷവതിയായതിൽ ഞാനും സന്തോഷിക്കുന്നു. എങ്കിലും മോളെ, എനിക്ക് നിന്നെ തള്ളിക്കളയാൻ പറ്റില്ല, നിൻ്റെ വീടാണ് അതുകൊണ്ട് നീ അങ്ങോട്ട് മടങ്ങി വരണം, സുധീഷമൊത്ത് അങ്ങോട്ട് മടങ്ങി വരണം എന്നൊക്കെ പറഞ്ഞ് ഒരു നയപരമാകുന്ന ഇടപാടുകളൊക്കെ നടത്തുന്ന രാജീവിനെയാണ് കാണുന്നത്. അങ്ങനെ വലിയൊരു ചതിക്കുഴിയിലേക്ക് സുധീഷിനെയും നിധിയെയും കൊണ്ടുപോകുന്ന ഒരു ഭാഗമൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അപ്പോൾ ഇത്രയും മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പം സമയം കടന്നു പോയതുകൊണ്ടാണ് നമ്മൾ പ്രമോഷൻ ചുരുക്കിയത്. നാളെ മുതൽ കൃത്യസമയത്ത് പ്രമോഷനുമായി കാണുന്നതായിരിക്കും. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.